കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിന് പിന്നാലെ ജയിലുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാർ സുരക്ഷ വർദ്ധിപ്പിക്കും തോറും തടവുകാരും തങ്ങളുടെ അടവുകളും തന്ത്രങ്ങളും വികസിപ്പിക്കുമെന്നതിന് സംശയമില്ല. 2020 മാർച്ച് മുതൽ 2022 ഏപ്രിൽ വരെ 42 പേർ തടവ് ചാടിയിട്ടുണ്ടെന്നാണ് ജയിൽ വകുപ്പിന്റെ കണക്കുകൾ പറയുന്നത്. ഇതിൽ 14 പേരെ പിടികൂടി ജയിലിൽ തിരികെ എത്തിക്കാൻ സാധിച്ചില്ല. പിന്നീട് എപ്പോഴെങ്കിലും ഇവരെ പിടികൂടിയോ എന്ന് വ്യക്തമല്ല. അതിനുശേഷം കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ കേരളത്തിൽ 30 തടവുകാർ ചാടിപ്പോയിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതിൽ 12 പേരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. നല്ല പെരുമാറ്റത്തിലൂടെ അധികൃതരുടെ വിശ്വാസം നേടിയവരാണ് ഇവരെല്ലാമെന്ന് മുൻ ജയിൽ ഉദ്യോഗസ്ഥർ സൂചന നൽകുന്നു. കോടതിയിൽ ഹാജരാക്കുമ്പോഴോ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പ്രവേശിപ്പിക്കുമ്പോഴോ ആണ് കൂടുതൽ പേരും ചാടിപ്പോയത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തടവ് ചാടാൻ ശ്രമിച്ചവരായി അറിയപ്പെടുന്നത് ശിവജിയും റിപ്പർ KP ജയാനന്ദനുമാണ്. കുട്ടനാട് പുളിങ്കുന്ന് കണ്ണാടി സ്വദേശി ശിവജിയുടെ കഥ ഇങ്ങനെയാണ്. സുഹൃത്തിനെ അടിച്ചത് ചോദ്യം ചെയ്തതാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. ആലപ്പുഴ ജിനദേവൻ കൊലക്കേസിലാണ് ശിവജി ശിക്ഷിക്കപ്പെട്ടത്. കൊലപാതകത്തിന് ശേഷം പാലക്കാട് മുണ്ടൂരിലേക്ക് മുങ്ങിയ ശിവജി അവിടെ പരിചയപ്പെട്ട സത്യഭാമയെ വിവാഹം ചെയ്തു. അതിൽ അവർക്കൊരു മകൾ ജനിച്ചു. മകൾക്ക് 9 ദിവസമായപ്പോൾ ശിവജി പോലീസ് പിടിയിലായി. ജീവപര്യന്ത ശിക്ഷയും ലഭിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ സത്യഭാമ ജീവൻ ഒടുക്കി. പിന്നീട് മകൾ അമ്മൂമ്മയ്ക്കൊപ്പമായിരുന്നു. അമ്മയില്ലാതെ കഴിയുന്ന മകളെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ശിവജി 4 തവണയും ജയിൽ ചാടിയത്. അതോടെ ശിക്ഷാ കാലാവധി കൂടിക്കൊണ്ടേയിരുന്നു. പോലീസ് റിപ്പോർട്ട് അനുകൂലമാക്കാത്തതിനാൽ ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ടും മോചനം ലഭിച്ചില്ല. ഒരിക്കലും പരോളും ലഭിച്ചില്ല. 2 തവണ പ്രത്യേക ഇളവിൽ മോചിപ്പിക്കുന്നവരുടെ പട്ടികയിൽ വന്നെങ്കിലും ഒഴിവാക്കപ്പെട്ടു. പിന്നീട് അച്ഛൻ ജയിലിലുണ്ടെന്നറിഞ്ഞ മകൾ മുഖ്യമന്ത്രിക്ക് നൽകിയ അപേക്ഷയിലാണ് കോവിഡ് കാലത്തെ പരോളും പിന്നീട് മോചനവും ലഭിക്കുന്നത്. വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുമ്പോൾ 2007 സെല്ലിൽ നിന്ന് പുറത്തേക്ക് തുരങ്കമുണ്ടാക്കാൻ റിപ്പർ ജയാനന്ദൻ ശ്രമിച്ചതായി അധികൃതർ അറിയിച്ചിരുന്നു. പിന്നീട് 2010 കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ജയാനന്ദൻ ചാടി. അഴികൾക്കിടയിലൂടെ കടക്കാൻ പട്ടിണി കിടന്ന് മെലിഞ്ഞാണ് അന്ന് രക്ഷപ്പെട്ടത്. സഹതടവുകാരനെയും കൂട്ടിയാണ് അവിടെ ജയിൽ ചാടിയത്. പിന്നീട് 3 വർഷത്തിന് ശേഷം 2013 പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നാണ് ജയിൽ ചാടിയത്. രാത്രി സെല്ലിന്റെ പൂട്ട് ആക്സോ ബ്ലേഡ് കൊണ്ട് അറുത്തുമാറ്റിയാണ് അന്ന് രക്ഷപ്പെട്ടത്. വിവരം പെട്ടെന്ന് അറിയാതിരിക്കാൻ സെല്ലിൽ തലയിണയും കിടക്കയും മനുഷ്യാകൃതിയിൽ വച്ചിരുന്നു. അറ്റകുറ്റപ്പണിക്കായി ജയിൽ വളപ്പിൽ സൂക്ഷിച്ചിരുന്ന മുളയും മറ്റു തടികളും തുണി കൊണ്ട് കൂട്ടിക്കെട്ടി ഏണി ഉണ്ടാക്കിയാണ് ജയിലിന്റെ മതിൽ ചാടിയത്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ കൃഷി ചെയ്യുകയായിരുന്ന മണിക്കുട്ടൻ എന്ന മനോജ് 2011 പൂജപ്പുര സെൻട്രൽ ജയിൽ ചാടി. ഒരു ഗാർഡ് മാത്രമാണ് ആ സമയത്ത് മണിക്കുട്ടന്റെ കൂടെ ഉണ്ടായിരുന്നത്. 2012 വിശ്വരാജ്, കുഞ്ഞുമോൻ, ഷാജി എന്നിവർ 20 അടി പൊക്കമുള്ള മതിൽ ചാടി രക്ഷപ്പെട്ടു. 2 പേരെ ഉടൻ തന്നെ പിടികൂടി. 2013 ജൂണിൽ നിരവധി കൊലക്കേസുകളിൽ പ്രതിയായ റിപ്പർ ജയാനന്ദൻ സെല്ലിന്റെ കമ്പികൾ ഹാക്സോ ബ്ലേഡ് കൊണ്ട് മുറിച്ച് പുറത്തു കടന്നു. പിന്നീട് തുണി കൊണ്ട് വടം കെട്ടി മതിൽ ചാടിക്കടന്നു. 3 മാസത്തിന് ശേഷം ജയാനന്ദനെ പിടികൂടി. 2010 കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയതിനെ തുടർന്നാണ് ജയാനന്ദനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നിരുന്നത്. ജയാനന്ദന്റെ ചാട്ടത്തിന് ശേഷമാണ് ജയിലിലെ മതിലിന്റെ ഉയരം 22 അടിയാക്കിയത്. വൈദ്യുതി വേലിയും സ്ഥാപിച്ചു. അതിനുശേഷം ഇടുക്കി സ്വദേശിയായ മണികണ്ഠനും ജയിൽ ചാടി. ഒരു കേസിൽ ജീവപര്യന്തം തടവ് അനുഭവിക്കുകയായിരുന്നു മണികണ്ഠൻ. വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്നും 2023 ഗോവിന്ദരാജ് എന്ന മോഷണ കേസ് പ്രതി ചാടിപ്പോയി. 2024 ഡിസംബറിൽ കോഴിക്കോട് സബ് ജയിലിൽ നിന്നും മുഹമ്മദ് സഫാദ് എന്ന 24-കാരനും ചാടിപ്പോയി. TV ബ്രേക്ക് സമയത്ത് ഓട് പൊളിച്ചാണ് സഫാദ് രക്ഷപ്പെട്ടത്. ഇയാളെ 3 മാസത്തിന് ശേഷം പിടികൂടി. ജയിൽ ചാട്ടം പുരുഷന്മാരുടെ മാത്രം കുത്തുകയല്ലെന്ന് തെളിയിച്ചത് ശില്പിയും സന്ധ്യയുമാണ്. അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്നാണ് 2019 ഇരുവരും ചാടിപ്പോയത്. ജയിലിലെ മാലിന്യങ്ങൾ കളയുന്ന സ്ഥലത്തു കൂടിയാണ് ഇരുവരും ചാടിപ്പോയത്. അവരെയും പിന്നീട് പിടികൂടി. ജയിലിൽ നിന്നും അവധിക്ക് പോയി തിരികെ വരാത്ത തടവുകാരുടെ എണ്ണം 70 ആണെന്നും ജയിൽ അധികൃതരുടെ കണക്കുകൾ പറയുന്നു. 1990 അവധിക്ക് പോയ തമിഴ്നാട് സ്വദേശി രാമൻ, 1991 അവധിക്ക് പോയ ഇടുക്കി സ്വദേശി ഭാസ്കരൻ, ആലപ്പുഴ സ്വദേശി ബഷീർ തുടങ്ങിയവരാണ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും പിടി നൽകാതെ തൊളിവിൽ കഴിയുന്നതെന്ന് ജയിൽ വകുപ്പിന്റെ 2024 കണക്കുകൾ പറയുന്നു. US പോലുള്ള രാജ്യങ്ങളിൽ തടവിൽ നിന്നും രക്ഷപ്പെടുന്നവരെ പിടികൂടാൻ മാത്രമായി മാർഷൽ സർവീസ് എന്ന പ്രത്യേക ഏജൻസികൾ പ്രവർത്തിക്കുന്നു. അവരാണ് തടവുകാരുടെ ഫയലുകൾ പരിശോധിച്ച് പ്രത്യേക പരിശോധനകളും മറ്റും നടത്തി അറസ്റ്റുകൾ നടത്തുക. കേരളത്തിലോ ഇന്ത്യയിലോ അത്തരം ഏജൻസികൾ നിലവിലില്ല.